ഒടുവിൽ മലപ്പുറത്ത് നിന്നും കാണാതായ വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. വിവാഹത്തിന് 4 ദിവസം മുൻപ് കാണാതായ തന്റെ മകനെ അന്വേഷണ സംഘം കണ്ടെത്തിയെന്ന് പറയുമ്പോഴും താലിയും മാലയും വാങ്ങാൻ കാശില്ലാത്ത മകൻ വീട് വിട്ടു പോയതാകാം എന്നാണ് വിഷ്ണുജിത്തിന്റെ അമ്മ ജയ വേദനയോടെ പറയുന്നത്. ഇത് താൻ വാങ്ങിക്കൊള്ളാമെന്നായിരുന്നു വിഷ്ണുജിത്ത് പറഞ്ഞിരുന്നത്. പണത്തിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് ഒന്നും തന്നെ തന്റെ മകൻ തന്നോട് പറഞ്ഞിരുന്നില്ല. പാലക്കാട് ഒരു ഐസ്ക്രീം കമ്പനിയിലായിരുന്നു വിഷ്ണു ജോലി ചെയ്തിരുന്നത്. പാലക്കാട്ടേക്ക് പോയത് പണം സംഘടിപ്പിക്കാനായിരുന്നുവെന്ന് അറിയില്ലായിരുന്നു എന്നാണ് വിഷ്ണുജിത്തിന്റെ അമ്മ പറയുന്നത്. ഉറങ്ങിയെഴുന്നേറ്റ വസ്ത്രത്തിലാണ് വിഷ്ണു വീട് വിട്ടത്. ആ സമയത്ത് മകന്റെ അവസ്ഥ എന്താണെന്ന് പോലും തനിക്കറിയില്ല എന്നാണ് ജയ പറയുന്നത്. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് മലപ്പുറം പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിനെ കാണാതാകുന്നത്. കുറച്ച് പണം കിട്ടാനുണ്ടെന്നും ഉടൻ തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാണ് വിഷ്ണുജിത്ത് 4-ാം തീയതി പാലക്കാട്ടേക്ക് പോയത്. എന്നാൽ പിന്നീട് വിഷ്ണുജിത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. പാലക്കാട് കാഞ്ചിക്കോട് ഐസ്ക്രീം കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച വിഷ്ണുജിത്തിന്റെ വിവാഹം നടക്കേണ്ടതായിരുന്നു. മഞ്ചേരി സ്വദേശിനിയുമായിട്ടായിരുന്നു വിഷ്ണുജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചതെന്നാൽ വിവാഹത്തിന് 4 ദിവസം ബാക്കി നിൽക്കെ പണത്തിന്റെ ആവശ്യത്തിനായി പാലക്കാട്ടേക്ക് പോയ വിഷ്ണുജിത്താകട്ടെ പിന്നീട് തിരികെ വന്നില്ല. 4-ാം തീയതി വിഷ്ണു പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ബസ് കയറുന്ന CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ വിഷ്ണുവിനെ ആരെങ്കിലും അപായപ്പെടുത്തിയോ എന്ന് പോലും കുടുംബം ആശങ്കപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് വിഷ്ണുജിത്തിനെ കാണാതായി 6-ാം നാൾ ഊട്ടിയിൽ നിന്നും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഫോൺ ഓണായതാണ് ഈ കേസിൽ വഴിത്തിരിവായതെന്നാണ് പോലീസും പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസം രാത്രി കൂനൂരിൽ വെച്ച് ഫോൺ ഓണായിരുന്നു. ഈ സൂചനയ്ക്ക് പിന്നാലെ പോയ പോലീസ് ഊട്ടിയിൽ നിന്ന് വിഷ്ണുജിത്തിനെ കണ്ടെത്തുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെയാണ് വിഷ്ണുജിത്തിന്റെ കുടുംബത്തെ തേടി പോലീസിന്റെ ഫോൺ വിളി എത്തുന്നത്. വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്നും കണ്ടെത്തിയെന്നാണ് അവർ അറിയിച്ചത്. തുടർന്ന് അന്വേഷണ സംഘം ഊട്ടിയിൽ നിന്നും വിഷ്ണുജിത്തുമായി തിരിച്ചിരിക്കുകയാണ്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസം വിഷ്ണുജിത്തിന്റെ ഫോൺ ഓഫായിരുന്നു. വിളിച്ചപ്പോൾ റിങ് ചെയ്തുവെന്നും ഫോൺ എടുത്തെങ്കിലും ഒന്നും സംസാരിച്ചില്ല എന്നായിരുന്നു വിഷ്ണുജിത്തിന്റെ സഹോദരിയും വ്യക്തമാക്കിയത്. അപ്പോൾ തന്നെ ഈ വിവരം പോലീസിനെ അറിയിച്ചിരുന്നു. ഇത്തരത്തിലാണ് പോലീസ് സംഘം ഈ ഫോൺ ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചത്. ഇന്ന് രാവിലെ കണ്ടെത്തിയെന്ന് അറിയിക്കുകയായിരുന്നു. ഉച്ചയോടെ SP സാർ വിളിച്ചുവെന്നും കൂടുതൽ വിവരങ്ങളൊന്നും അവർ പറഞ്ഞില്ലെന്നും അവർ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുമായിരുന്നു വ്യക്തമാക്കിയത്. അതായത് കല്യാണമാകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അല്ലാതെ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഉള്ളതായി തന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് സഹോദരിയും പറയുന്നത്. അതേസമയം വിഷ്ണുജിത്ത് സുരക്ഷിതനാണെന്നും ഉടൻ തന്നെ നാട്ടിലെത്തുമെന്നുമാണ് മലപ്പുറം SP ശശിധരനും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.